കുടകിലാണുള്ളത്. റിയാസ് മൗലവിയുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയുണ്ടായി. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമൊക്കെ പ്രതികൾക്കെതിരായിട്ടുണ്ടായിട്ടും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയി എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ അന്വേഷണം മുതൽ തന്നെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിലൊരു ഗൂഢാലോചനയും ഇല്ല എന്ന രൂപത്തിലാണ് പോലീസ് തുടക്കം മുതലേ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. റിയാസ് മൗലവി കൊല്ലപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പാണ് BJP നേതാവ് കാസർഗോഡ് വന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് പോകുന്നത്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോകാതെ ഇതിനെ ഒരു സാധാരണ കേസായി ഡീൽ ചെയ്യുന്നത് മുതൽ തന്നെ ഇതിൻ്റെ വീഴ്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന് ഈ തെളിവുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ തന്നെ ഒരു പരാജയമാണ്. അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ നിലപാടുള്ളവരാണെങ്കിൽ അത് മേൽക്കോടതിയിൽ വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെ ഈ കേസിനെ പ്രോസിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിപ്പെടാനുള്ള വലിയ സമ്മർദ്ദങ്ങൾ, ബഹുജന സമ്മർദ്ദങ്ങൾ ഇവിടെ ഉയർന്നു വരികയും ചെയ്യേണ്ടതുണ്ട്.